ബേസിക് എലമെന്റിൽ സെക്കൻഡ് വൺ ആണ് ഡോട്ട്സ്. ഡോട്ട്സ് എങ്ങനെ ഇട്ട് കൊടുക്കാൻ നോക്കാം. ജസ്റ്റ് കോണിനെ മെല്ലെ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് അവിടെ തന്നെ നല്ല പ്രഷർ കൊടുക്കുക. വിടാൻ പാടില്ല. പ്രഷർ കൂട്ടി നല്ലൊരു മുത്ത് പോലെ ആക്കി മെല്ലെ കൈയെടുക്കുക. ജസ്റ്റ് ടച്ച് ചെയ്യുക. അവിടെ തന്നെ പ്രഷർ നല്ലോണം കൂട്ടി കൊടുക്കുക. മെല്ലെ കൈയെടുക്കുക. കണ്ടോ, നല്ല മുത്ത് പോലെയുള്ള ഡോട്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കോണിനെ ഇങ്ങനെ കുത്തി പിടിച്ച പോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കുത്തി പിടിക്കുക. ജസ്റ്റ് ടച്ച് ചെയ്യുക. പിന്നെ നമ്മൾ കൈയെടുക്കരുത്. അവിടെ തന്നെ നല്ലോണം പ്രഷർ ചെയ്ത്, പിന്നെ കോൺ അനങ്ങാൻ പാടില്ല അവിടെ നിന്ന്. പിന്നെ ഈ പ്രഷറിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈയെടുക്കാൻ വേണ്ടി പാടുള്ളൂ. നല്ല നീറ്റ് ആയിട്ടുള്ള നല്ല ബോൾഡ് ആയിട്ടുള്ള മുത്ത് പോലത്തെ ടൈപ്പ് ഡോട്ട്സ് നമുക്ക് കിട്ടും. ജസ്റ്റ് ടച്ച് ചെയ്യുക. നല്ല പ്രഷർ കൊടുക്കുക. മെല്ലെ അങ്ങ് കൈയെടുക്കുക. ഓക്കെ, ഇനി കുഞ്ഞതാക്കി കാണിക്കാം. ജസ്റ്റ് ടച്ച് ചെയ്യുക. മെല്ലെ ഒരു കുഞ്ഞു പ്രഷർ കൊടുക്കുക. കൈയെടുക്കുക. ആ ഒരു ചെറുതിനും വലുതിനും തമ്മിലുള്ള ഡിഫറൻസ് ആണിത്. പ്രഷറിങ് കുറച്ചാൽ മതി. ചെറുതാണെങ്കിൽ മെല്ലെ പ്രഷർ കൊടുക്കുക. വലുതാണെങ്കിൽ നല്ലോണം പ്രഷർ കൊടുക്കുക. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു പരത്തിയിട്ടോ അല്ലെങ്കിൽ അവിടുന്ന് കോൺ ഇങ്ങനെ ഇളകിയിട്ടോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് തെറ്റായിട്ടുള്ള രീതിയാണ്. ചിലരിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഡോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. ഇതൊക്കെ തെറ്റാണ്. നമ്മൾ ഈ കാണിച്ചിട്ടുള്ള രീതിയാണ് കറക്റ്റ് ആയിട്ടുള്ള രീതി. ഓക്കെ, പിന്നെ ചിലർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതും തെറ്റാണ് കേട്ടോ. നമ്മൾ കണ്ടാൽ തന്നെ അറിയാലോ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. ജസ്റ്റ് ടച്ച് ചെയ്യുക. മെല്ലെ പ്രഷർ കൊടുക്കുക. കൈയെടുക്കുക. മീഡിയം സൈസിലുള്ളത് ഒന്നുകൂടെ കൂട്ടിയിട്ട് പ്രഷർ കൊടുക്കുക. കൈയെടുക്കുക. നല്ലോണം ഇങ്ങനെ കുത്തി പിടിക്കണം. വലുത് കാണിക്കാം. കണ്ടോ, നല്ല പ്രഷർ കൊടുത്ത് മെല്ലെ അങ്ങ് എടുത്താൽ മതി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മെഹന്തിയിൽ ഡോട്ട് ഇട്ട് കൊടുക്കുക. എവിടെ ഡോട്ട് വന്നാലും ഇനി നിങ്ങൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി ലൈൻസിൽ ഡോട്ട് ഇടുന്നത് കാണിക്കാം. തിന്നായിട്ടുള്ള ഒരു ലൈൻ കൊടുക്കുക. ലൈനിൽ കറക്റ്റ് ലൈനിനെ സെന്ററിലാക്കിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ബോൾഡ് ആയിട്ടുള്ള വലിയ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പൊ കണ്ടു നോക്കൂ നിങ്ങൾ, ഈ ഒരു ഡോട്ടിന്റെ കറക്റ്റ് സെന്ററിലാണ് ഈ ലൈന് വന്നിട്ടുള്ളത്. ആ രീതിയിലാവണം. പിന്നെ ഒരു കുഞ്ഞു ലൈന്, അതും സെന്ററിൽ ലൈന് വരുന്ന രീതിയിലായിട്ടുണ്ട്. ഇങ്ങനെ ഒന്നിടവിട്ടിട്ട് ഇങ്ങനെ ഗ്യാപ്പിൽ വലുതും ചെറുതുമായിട്ടുള്ള ഡോട്ട്സ് ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ജസ്റ്റ് ടച്ച് ചെയ്യുക. നല്ല പ്രഷർ കൊടുക്കുക. എടുക്കുക. ഒരിക്കലും ഇങ്ങനെ ആവരുത്. ഒരു ലൈനൊക്കെ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ഒരു ഭാഗത്തോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൈഡിലോട്ടൊന്നും ആയിട്ട് മാറാൻ വേണ്ടി പാടില്ല കേട്ടോ. കറക്റ്റ് സെന്ററിലായിട്ട് കിട്ടണം. കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഈ രീതിയിൽ വേണം നിങ്ങൾ ഇനി എവിടെ ഡോട്ടുകൾ ഇട്ട് കൊടുക്കാനും. കണ്ടോ, ഒരേ പ്രഷറിൽ അവിടുന്ന് അനങ്ങിയാ പിന്നെ നമ്മളുടെ ഡോട്ടിന്റെ സ്ഥാനം മാറും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു രീതിയാണ്. ഇതേപോലെ തന്നെ നമുക്ക് ഒരേ സൈസിലുള്ളത് ഇട്ട് കൊടുക്കുക. ഒരു ലൈൻ കൊടുക്കുക. സെയിം സൈസിലുള്ള ഡോട്ടുകൾ കണ്ടോ, ഒരു മീഡിയം സൈസ് അതേ സൈസിലുള്ള ഡോട്ട്സ് ഇങ്ങനെ ഒരേ പ്രഷറിൽ അങ്ങ് ചെയ്താൽ നല്ല ഭംഗിയിൽ കിട്ടും. അനങ്ങാൻ പാടില്ല. പിന്നെ നല്ല ബോൾഡായൊരു മുത്ത് പോലെ ആയിട്ടുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ സെക്കൻഡ് എലമെന്റ് ഡോട്ട്സ് ആണ് കേട്ടോ.